ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? നമ്മൾ വീക്കിലി അനാലിസിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ തിങ്കളാഴ്ചത്തെ പ്രീ മാർക്കറ്റും പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ വളരെ വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എവിടെയോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാൻ നമ്മൾ നോക്കിയിരിക്കണം. ഇതിന് മുകളിലാണ് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ ഏതെങ്കിലും റെസിസ്റ്റൻസ് എടുക്കാനോ സപ്പോർട്ട് എടുക്കാനോ വരെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നില്ലേ? നമ്മൾ 12,800 സൈക്കോളജിക്കൽ സപ്പോർട്ട് പറഞ്ഞ് നമ്മൾ വരച്ചിട്ടിരുന്നു. മാർക്കറ്റ് അവിടം വരെ പോവുകയാണെങ്കിൽ അവിടുന്ന് മേലോട്ട് ക്രോസ് ചെയ്യുക, താഴോട്ട് ക്രോസ് ചെയ്യുക നോക്കിയിട്ട് വേണം അടുത്ത ട്രേഡ് എടുക്കാൻ നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ലേ? എല്ലാം വരച്ച് കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രെയിനത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കാണും. കാരണം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് 70 പോയിൻറ്റ് 60-70 പോയിൻറ്റുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ 12,800 എന്നുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ടിൽ പോയി തട്ടി മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു ഇല്ലേ? അവിടുന്ന് റിജക്ഷൻ വന്നു. ആ റിജക്ഷൻ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ആയതുകൊണ്ട് ചിലപ്പം അവിടെ ഒരു ട്രേഡ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റി കാണത്തില്ല ഇല്ലേ? അപ്പം നിങ്ങൾ രണ്ടാമത് ക്യാൻഡിൽ പിന്നെയും അതവിടെ തന്നെ പോയി റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു ഇല്ലേ? റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അടുത്ത ഒരു റെഡ് ക്യാൻഡിൽ വീണു. റെഡ് ക്യാൻഡിൽ വീണപ്പോഴും നമുക്ക് അവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം എന്താ പറ്റി? 50% റിജക്ഷനാണ് അല്ലേ? 50% റിജക്ഷൻ ആയതുകൊണ്ട് നമുക്കവിടെ ട്രേഡ് നമ്മളെടുക്കാൻ നമുക്ക് സ്ട്രാറ്റജി പ്രകാരം പറ്റത്തില്ല. പക്ഷേ അടുത്ത ക്യാൻഡിൽ വന്നപ്പം ഒരു ഓൾമോസ്റ്റ് ഫുൾ ബോഡി ക്യാൻഡിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇത് കഴിഞ്ഞപ്പം ട്രേഡ് എടുത്തപ്പോൾ നമ്മൾ ഇതിൽ ട്രേഡ് എടുത്തപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈ ലൈൻ്റെ മേളിലായിരിക്കും. ഈ ലൈൻ്റെ ഒരു 5 പോയിൻറ്റ് മുകളിലായിരിക്കും. നമ്മൾ ലൈനിൽ എന്തായാലും സ്റ്റോപ്പ് ലോസ് നോക്കത്തില്ലല്ലോ. 5 പോയിൻറ്റ് മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ് ഇല്ലേ? വളരെ ഡീസൻ്റായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ശരിയല്ലേ? കറക്റ്റാണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. വെരി ക്ലിയറായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇത് നോക്കി കിട്ടിയില്ല. ഈ ക്യാൻഡിൽ വീണ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഇവിടം വരെ കൂടി കഴിഞ്ഞാൽ എൻ്റെ കണക്കൂട്ടിലൊരു നിങ്ങൾക്കൊരു 7 പോയിൻറ്റ് അല്ല മാക്സിമം 10 പോയിൻറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലോസ് അയക്കുന്നത്. ശരിയല്ലേ? ചെയ്തവരെന്ന് കമൻറ്റ് ചെയ്യണേ. 10 പോയിൻറ്റ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് കാണും. അതിനുശേഷം സെക്കൻഡ് ട്രേഡ് നോക്കിക്കേ. സെക്കൻഡ് ട്രേഡ് ഇതിൻ്റെ മുകളിൽ സസ്റ്റുള്ള വലുതാക്കി കാണിക്കാം. നോക്കിക്കേ നിങ്ങൾ വെരി ക്ലിയർ ആയിട്ട് ഇത് 12,800 എന്നുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് ക്രോസ് ചെയ്തിട്ട് അവിടുന്ന് ഒരു റിജക്ഷൻ വന്ന് മാർക്കറ്റ് പക്ഷേ എന്ത് ചെയ്തു? 12,800 മുകളിലാണ് ക്ലോസ് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നോക്കിക്കേ, അടുത്ത ക്യാൻഡിൽ വളരെ ക്ലിയറായിട്ട് നമുക്കൊരു നല്ല ഗ്രീൻ ക്ലോസിങ് തന്നു ഇല്ലേ? 75% മുകളിൽ ബോഡിയുള്ള ഒരു ക്യാൻഡിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നമുക്കിവിടെ ഒരു എൻട്രി ചെയ്യാനുള്ളൊരു അവസരം നമുക്കിവിടെ കിട്ടി. അപ്പോൾ ആസ് പെർ സ്ട്രാറ്റജി പ്രകാരം സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു 75% ഉള്ള ഗ്രീൻ ബോഡിയുള്ള ക്യാൻഡിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ട്രേഡ് എടുത്തു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും? അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ്. അപ്പം അതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഈ ക്യാൻഡിലായിരിക്കും. ഈ ക്യാൻഡിൽ ഇല്ലേ? നമുക്ക് വരച്ച് കാണിക്കാം. ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. കാരണം ഇതാണ് എൻ്റെ വിക്ക് ഇല്ലേ? എൻ്റെ കളർ മാറ്റിയേക്കാം പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഇല്ലേ? ഇവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. അടുത്ത ട്രേഡ് ഗ്രീൻ ക്യാൻഡിൽ വീണു. പിന്നെ അവിടുന്ന് തിരിച്ചൊരു റീടെസ്റ്റെന്നോ റീട്രേസ്മെൻ്റ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. തിരിച്ച് വന്നിട്ട് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി പിന്നെ ഒരു റെഡ് ക്യാൻഡിൽ പോലും വന്നില്ല ഇല്ലേ? നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഈ വലിയ ഗ്രീൻ ക്യാൻഡിൽ വേണപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നമ്മുടെ ബൈ പ്രൈസിൽ കൊണ്ടുവെക്കാം ഇല്ലേ? പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരിടത്ത് പോലും റെഡ് ക്യാൻഡിൽ വീണില്ല. ഈ ക്യാൻഡിൽ വരെ വന്നതിന് ശേഷം അടുത്തൊരു ഫോർമേഷൻ റെഡ് വന്നപ്പോഴാണ് നമുക്ക് ഇവിടുന്ന് ഒരു എക്സിറ്റ് പോയിൻ്റ് നമുക്ക് കിട്ടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സുഖമായിട്ട് ഇവിടുന്ന് ഇപ്പം എത്ര പോയിൻ്റ് കിട്ടി നമുക്ക് അളന്ന് നോക്കാം എത്ര കിട്ടിയെന്ന്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടം വരെ ഏകദേശം 75 പോയിൻറ്റ് ഇൻഡെക്സിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ATM എടുക്കുകയാണെങ്കിൽ ഒരു 40 പോയിൻറ്റ് എന്തായാലും 35-40 പോയിൻറ്റ് നിങ്ങൾക്ക് ഇവിടം വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പോട്ടെ ഒരു 30 പോയിൻറ്റ്. നമ്മുടെ സ്ട്രാറ്റജി എത്ര? ഒരു 20 പോയിൻറ്റാണ് ഇല്ലേ? 15 മുതൽ 20 പോയിൻറ്റ് വരെയാണ് നമ്മുടെ
ടാർജറ്റ് ഇല്ല, ആ 20 കഴിഞ്ഞ് 25, 30, 35 ഒക്കെ ട്രെയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റി കാണും. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് പോയാലും ബാക്കി നമുക്ക് എന്ത് ചെയ്യും, ഇന്ന് പ്രോഫിറ്റിൽ തന്നെ ഇറങ്ങാൻ പറ്റി. അതിനുശേഷം മാർക്കറ്റിന് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ഇല്ലേ? അവിടെ പോയി അവിടുന്ന് റിജക്ഷൻ വന്നു. പിന്നെ മാർക്കറ്റ് ആ ലൈൻ അതിന് മുകളിൽ പോയില്ല ഇല്ലേ? അത് റിജക്ഷൻ വന്നിട്ട് അവിടുന്ന് മുകളിൽ 12,874, 75 കൂട്ടിക്കോ, അവിടുന്ന് മുകളിലോട്ട് മാർക്കറ്റ് പോയില്ല. പിന്നെ അവിടുന്ന് ഒരു കൺസോൾട്ടേഷൻ ആണ്. ഇത് മുഴുവൻ നമ്മുടെ പിന്നെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ കളവായിരുന്നു. കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കളിച്ച് എന്ത് ചെയ്തു, പ്രീമിയം DK വന്ന് പ്രീമിയം മെൽറ്റായി നമ്മുടെ പ്രീമിയം മുഴുവൻ കൂടെ ഉരുകി തീരുമായിരുന്നു. ഇവിടെ നിന്നാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് കിട്ടും. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി ഒന്നും ആർക്കും ഗ്രാബ് ചെയ്യാൻ പറ്റി കാണത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മാർക്കറ്റ് ഇതിന് ശേഷം താഴോട്ടൊന്ന് പൊട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ പൊട്ടിയെങ്കിലും എന്ത് ചെയ്തു, അവിടെ തന്നെ കിടന്ന് കളിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ താഴോട്ട് വീഴും നോക്കിയിരുന്ന് ഈ പ്രീമിയം മുഴുവൻ നമ്മുടെ മെൽറ്റായി തീരത്തേ ഉള്ളൂ, അവസാനം 0 ആയി തീരത്തേ ഉള്ളായിരുന്നു. കാരണം മാർക്കറ്റ് എങ്ങോട്ടും പോയില്ല, ഈ ഏരിയയിൽ തന്നെ കിടന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് 2 ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഫെയിലായി, സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷേ സെക്കൻഡ് നമുക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അപ്പം ഇത് നിങ്ങളെ സ്റ്റോപ്പ് ലോസ് അടിച്ച നഷ്ടവും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലാഭത്തിലിറങ്ങാൻ പറ്റിക്കാണും. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഓക്കെ, ഇതിനകത്ത് വേറെ നമുക്കൊന്നും എന്താ പറയുന്നത്, പുതിയ ഫോർമേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഓക്കെ, അപ്പോൾ നാളെ നമുക്കിനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നാളെ സംഭവിക്കാനുള്ളത് മാർക്കറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുക. കാരണം നമ്മൾ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിരുന്നു. വീക്ക്ലി അനാലിസിസിൽ കാണാത്തവർ ഒന്ന് കാണണേ. കണ്ടിട്ട് നിങ്ങൾ ഡേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ഐഡിയ കിട്ടും. നമ്മൾ വീക്ക്ലി അനാലിസിസ് എന്താ പറഞ്ഞത്, ഇതാ നമ്മുടെ ട്രെൻഡ് ലൈൻ ഇല്ലേ? ഈ ട്രെൻഡ് ലൈൻ എന്ന് ബ്രേക്ക് ചെയ്ത് നമുക്ക് നല്ലൊരു ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുന്നു, അന്ന് മാത്രമേ പിന്നെ നമ്മളൊരു അപ്പ് മൂവ്മെൻറ്റ് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നില്ലേ? പക്ഷേങ്കിൽ അവിടം വരെ ഒന്നും എത്തിയില്ല. ഇവിടെ വരെ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ചു വന്നു. എൻ്റെ പ്രതീക്ഷ, എൻ്റെ ഒരു ഗസ്സാണ്, തെറ്റായിരിക്കാം ശരിയായിരിക്കാം, മാർക്കറ്റിൽ ആർക്കും 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ഭേദിച്ച് മേലോട്ട് പോകാനുള്ള ചാൻസ് വളരെ തുലവും കുറവാണ്. ഓക്കെ, മാർക്കറ്റ് തിരിച്ച് താഴോട്ട് തന്നെ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. മാർക്കറ്റ് മേലോട്ട് പോയാലും ഭയങ്കരമായിട്ട് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല ഗ്ലോബലി ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഗ്ലോബലി ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു വെടി പൊട്ടിയാൽ ആദ്യം പിടി വീഴുന്നത് മിഡ് ക്യാപ്പിൻ്റെ പടലിക്കായിരിക്കും. മനസ്സിലായോ? മിഡ് ക്യാപ്പിൻ്റെ പടലിക്കായിരിക്കും. എവിടെ വെടി പൊട്ടിയാലും എവിടെ എന്തൊരു അൺസർട്ടനിറ്റി ഉണ്ടായാലും മിഡ് ക്യാപ്പിൻ്റെ പടലിക്കായിരിക്കും ആദ്യം പിടി വീഴുന്നത്. അപ്പം അവർ അടപടല പൊട്ടും. അപ്പം ആ പൊട്ടലിന് യാതൊരു ദാക്ഷിണ്യം കാണത്തില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പ്രോഫിറ്റ് നിങ്ങൾ ന്യായം പറഞ്ഞ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പം നാളെ മാർക്കറ്റ് എന്തായാലും ഇതിന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. 12,940, 12,960 റേഞ്ച് ആണ് ആ ട്രെൻഡ് ലൈൻ പോകുന്നത്. ആ ലൈനിൻ്റെ മേളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റേഞ്ചിൽ വരുമ്പോൾ വേണമെങ്കിൽ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഈ റേഞ്ചിൽ ഈ റേഞ്ചിൽ സ്പോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ നിങ്ങൾക്കിവിടെ സെല്ല് ചെയ്യാം. നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം പൈസ ഉള്ളവർ, ഇല്ലാത്തവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ മേടിക്കാൻ ഉള്ള തയ്യാറെടുപ്പിൽ നോക്കുക. എന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് പിന്നെ നോക്കി കൺഫേം ചെയ്തിട്ട് മാത്രം ട്രേഡ് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പം നാളെ നമുക്ക് പറയാനുള്ളത്, ഇതിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഇതാണ് നമ്മുടെ അവസാന കടമ്പ. ഓക്കെ, ഈ ട്രെൻഡ് ലൈനാണ് അവസാന കടമ്പ. എല്ലാം മാർക്കറ്റ് പൊട്ടി വീഴുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് പൊട്ടാനാണ് സാധ്യതയെങ്കിൽ ഇതിന് താഴോട്ട് തന്നെ ഈ ലൈൻ നമുക്ക് ഇവനെ അങ്ങ് വിടാം. ഈ 800 സൈക്കോളജിയുടെ കോൾ കഴിഞ്ഞു. നമുക്ക് ഇവനെ ഈ ഒരു പോയിൻ്റ് ആയിരിക്കും നമ്മുടെ അടുത്ത താഴോട്ടുള്ള ഒരു ഗമനം വരാനുള്ള സാധ്യത. ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരാനുള്ള സാധ്യത. ഇവിടുന്ന് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത പൊട്ടൽ പിന്നെ ഇങ്ങോട്ടായിരിക്കും പൊട്ടിയാൽ. അപ്പം ഇതായിരിക്കും നാളത്തെ റേഞ്ച്. ഇതിനകത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടോ വന്നിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് തിരിച്ചാണ് മേലോട്ടാണ് പോകുന്നത് നോക്കിയെടുക്കുക. ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ തിരിച്ച് മേലോട്ട് പോകുക, താഴോട്ട് വരുമെന്ന് നോക്കിയിട്ട്
ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നാളത്തേക്കുള്ള റേഞ്ച്. വേറെ കൂടുതലൊന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈനിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ നല്ലൊരു ക്ലോസിങ്, ഡേ ക്യാൻഡിൽ ക്ലോസിങ് വന്നാൽ പിന്നെ ഒരു ഫർദർ അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് വിശ്വാസം. ഓക്കെ, ബാക്കി മാർക്കറ്റിലെ സാഹചര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഈ വീക്കിലി അനാലിസിസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ട്രേഡ് പെട്ടെന്ന് എടുക്കാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ പഠിക്കേണ്ടവർ പ്രൈസ് ആക്ഷൻ്റെ ഒരു 3 ഭാഗം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾ കാണാൻ ശ്രമിക്കുക, പഠിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ആകുമ്പം തന്നെത്താനെ ട്രേഡ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ.